കുടുംബ ബജറ്റിന്റെ താളം തെറ്റിച്ച് വിലക്കയറ്റം. മത്സ്യത്തിന് പൊള്ളുന്ന വിലയാണ്. മത്തി മരുന്നിന് പോലും കിട്ടാനില്ല. ഇറച്ചിക്കും രക്ഷയില്ല. പച്ചക്കറിയുടെ കാര്യത്തിൽ അല്പം ആശ്വാസമുണ്ടെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന മട്ടിലാണ് ഈ എറണാകുളത്തുള്ളത്. കാരണം പൊന്നിന്റെ വിലയാണ് മത്തിക്ക്. ഇതാ കിടക്കുന്നു. ഈ കടയിലൊക്കെ വളരെ കുറച്ച് മാത്രം മത്തിയുള്ളൂ. നമുക്ക് ഇതാ കടയിൽ നോക്കാം. ആൾക്കാർ അത്രയും വാങ്ങുന്നുള്ളൂ. പലരും കണ്ട് നോക്കി ഇതാ ഒന്ന് തൊട്ടൊക്കെ നോക്കി പോകുന്ന അവസ്ഥയിലാണ് മത്തിയുള്ളത്. നെയ്ച്ചാള എന്നൊക്കെ പറയും. മുട്ടുള്ള സമയമാണ്. അപ്പോൾ ആൾക്കാർ നോക്കിയിട്ട് എൻ്റെ പൊന്നു മത്തി ഇത് എങ്ങോട്ടാ ഈ വില കുതിച്ച് കയറുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം. 380, 400 കയറി. അല്പം ഒന്ന് താന്ന് ഇപ്പോൾ 340, 360 ആണ്. 2 ദിവസമായിട്ട് ഇവിടെ വന്ന് ഇത് കിട്ടാനില്ല. രാവിലെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തീരും. ഇന്നെന്തായാലും 1 കിലോ കിട്ടും. പച്ചക്കറി ആണെങ്കിൽ തക്കാളിക്ക് 100 രൂപ, പച്ചമുളകിന് 180 അങ്ങാണ്ട്, ഇഞ്ചിക്ക് 280 രൂപ. സാധാരണക്കാരനെങ്ങനെ ജീവിക്കും? ഒന്ന് വന്ന് കണ്ട് തൊട്ട് പോകും. നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന പോലെ ഇതിലേക്ക് വന്ന് തൊട്ടിട്ട് തിരിച്ചു പോവാം. ഇത് മാത്രം. ഇത് ഇവിടെ വന്ന് മണപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി ചോറ് കഴിച്ചാൽ മതിയല്ലോ. അതാണ് ഇപ്പോഴത്തെ ഏക ആശ്രയം. ഇങ്ങനെ വില കൂടിയപ്പോൾ എന്താ വീട്ടിലൊക്കെ പറയത്തില്ലേ മീൻ വാങ്ങി വരാൻ പറയുമ്പോൾ എന്താ മറുപടി? ചമ്മന്തി അരയ്ക്കുക, തൈരും കൂട്ടി കഴിക്കുക, അല്ലാതെ വേറെ മാർഗമില്ല. മറ്റു മീനുകളും വെയിലൊട്ടും പിന്നിലല്ല. അയലയ്ക്ക് 360 വില. കിളിമീന് 380 മുകളിലേക്ക് കടന്നിട്ടുണ്ട്. അവോലിക്ക് 960 എത്തിയിട്ടുണ്ട്. മോതയ്ക്ക് നെയ്മീനൊക്കെ ഏതാണ്ട് 2000-നോടടുത്ത് 1500 മുകളിലേക്ക് വില കൂടി. അങ്ങനെ എല്ലാവരും മീന് പൊന്നിന്റെ വിലയായി മാറിയിട്ടുണ്ട്. പറഞ്ഞ വരുമ്പോൾ പുറത്ത് ഏറ്റവും കൂടുതൽ കാണാറുള്ള മത്തിയായത്. ഇന്നങ്ങനെ കണ്ടില്ല. സെക്യൂരിറ്റി ഉറപ്പാക്കി സൂക്ഷിച്ചിരിക്കുക. അതൊന്നുമല്ല, അത് മത്തി കുറവാണ്. ഉള്ളത് നമ്മൾ അത്യാവശ്യം കസ്റ്റമേഴ്സിന് മാത്രം കൊടുക്കാനായിട്ട് വെച്ചേക്കണത്. നല്ല വില കുറയാൻ സാധ്യതയുണ്ടോ? കേൾക്കുന്നവർക്ക് ഒരു ആശ്വാസം ഉണ്ടായിക്കോട്ടെ. വില കുറയാൻ സാധ്യതയുണ്ട്. കാരണം വള്ളക്കാർ ഒരുപാട് പോയി വന്നു കഴിഞ്ഞാൽ വില കുറയും. വില കുറയാതിരിക്കില്ല. സ്റ്റോക്ക് എടുക്കുന്നില്ല. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് മത്തിയും കൂട്ടി ഭക്ഷണമൊക്കെ കഴിക്കാൻ വിചാരിച്ചതാ. ഒരു രക്ഷയില്ല. 4ാമത്തെ കടയിലാണ് കയറുന്നത്. മത്തിയില്ല. ഇനി മറ്റ് സ്റ്റോളിലുണ്ടോ നോക്കട്ടെ. മത്തി ഉണ്ടോ? മത്തിയുണ്ട്. മത്തി ഇപ്പോൾ കുറവാണ്. സംഗതി വലിയ മത്തിയാണ്. നല്ല നെയ്യുള്ള മത്തിയാണ്. മത്തിനകത്ത് ഇണറുണ്ട്, പഞ്ഞീനും ഉണ്ട്. നല്ല ഇണറുള്ള മത്തിയാണ്. സംഭവം കൊള്ളാം. പക്ഷേ റേറ്റ് ഇപ്പോൾ 360, 350 രൂപ റേറ്റ് നടക്കുന്നുണ്ട്. ദൈവമേ, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് മത്തിയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചതാ. നടക്കൂലല്ലേ? നടക്കണ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോകാം. ഇത് ഇല്ലാതെ കഴിയാത്തവരുണ്ട്. ഞാൻ വന്നതുപോലെ ഇവിടെ ആളുകൾ വന്നിട്ട് റേറ്റ് ചോദിച്ചിട്ടോ വേണ്ടാന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതില്ല. എങ്ങനെയായാലും ഒരു അരക്കിനെങ്ങനെ വാങ്ങിയിട്ടാണ് പോകുന്നത്. നിങ്ങളെ വാങ്ങത്തുള്ളൂ ഇപ്പോൾ. എന്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല. മത്തി ഒന്ന് കൊടുത്ത് കഴിക്കാനുള്ളത്. അത് കുഴപ്പമില്ല. നമ്മൾ അടുത്ത പ്രാവശ്യം ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് ഒരിക്കലും മീൻ കൊണ്ടുപോയിക്കോളി. മത്തി ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? അതെ, മത്തി ഉണ്ടല്ലോ. മത്തിക്ക് നിങ്ങൾ 340 രൂപ വെക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ വില കുറഞ്ഞ മീൻ എന്താ ഉള്ളത്? മീൻ അതാ മുള്ളനുണ്ട് 260 രൂപ ഉള്ളൂ. ഈ ചെമ്മീൻ 260 ഉള്ളൂ. ഇത് 300 ഉള്ളൂ. ഇതൊന്നും ആളുകൾ വാങ്ങുന്നില്ലേ? എല്ലാവരും ഉണ്ടല്ലോ. എല്ലാ മീനും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന മീനുകളാണ്. മത്തി തന്നെയാണെന്ന് തോന്നുന്നല്ലേ ആളുകൾ വാങ്ങുന്നത്? പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള മീനല്ലേ. അപ്പം അതുകൊണ്ട് മത്തിക്ക് പെട്ടെന്ന് വില കൂടിയാലും കുറഞ്ഞാലും പെട്ടെന്ന് അറിയാൻ പറ്റും. രാജകീയമായി ഇപ്പം നിൽക്കുന്ന മത്തി പോലുള്ള മീനുകൾ ചോദിച്ച് ഇവിടെ എത്തുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൈസ ഇല്ലാതെ വന്ന ആളുകളെ ഇവർ മടക്കി അയക്കുന്നില്ല. കുഴപ്പമില്ല, പിന്നെ തന്നാൽ മതി, നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന തരത്തിലാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ കച്ചവടക്കാർ പറയുന്നത് സാധനങ്ങൾക്ക് വില കുറവാണെന്നാണ്. തക്കാളിക്കും മുരിങ്ങയ്ക്കും മാത്രമാണ് നിലവിൽ വിലയുള്ളതാണ് പറയുന്നത്. ഒരു കച്ചവടക്കാരൻ ചേരുന്നുണ്ട്. ചേട്ടാ, ഏതിനൊക്കെയാണ് വില കൂടുതൽ? മുരിങ്ങയും തക്കാളി. മുരിങ്ങ കിലോ 100 രൂപ വരെ കൂടിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് തക്കാളി ഇനിയിപ്പം 80 രൂപ. ഇപ്പം കിലോ നിലവിൽ 80 രൂപ. മുരിങ്ങ 160 രൂപ കിലോ ഇപ്പോഴത്തെ. അതിന്റെ വില എന്താ സാധാരണക്കാർ വാങ്ങിക്കുന്ന സാധനമെല്ലാം? വെണ്ടയ്ക്ക കിലോ 30 രൂപ, കത്തിരിക്ക 40 രൂപ, ചെറിയ മുളക് 120 കിടന്നത് 50 രൂപയായി. തൊണ്ടമുളക് 400 വിറ്റതാണ്. അത് 40 രൂപ, 50 രൂപ, അങ്ങനെ ആ റേഞ്ചിലേക്ക്. ഈ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരുടെ കൂടി പ്രതികരണം അറിയണമല്ലോ. അപ്പോൾ അതൊന്നും ചോദിക്കാം. ചേച്ചി, പച്ചക്കറി പൊതുവിൽ വില എങ്ങനെയുണ്ട്? വില തന്നെയാണ്. കീരയൊക്കെ ഇപ്പം ഭയങ്കര റേറ്റാണ്. ഇപ്പം തക്കാളി മുരിങ്ങയ്ക്കൊക്കെയാണ് വില കൂടിയെന്ന് പറയുന്നത്. തക്കാളിയും മുരിങ്ങയ്ക്കും വിലയാണ്. ഇത് രണ്ടും മാത്രമേ. ബാക്കിയെല്ലാം തക്കാളി വാങ്ങിക്കുന്ന ബുദ്ധിമുട്ടാവില്ല? ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ. ആവശ്യക്കാർ വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ. ഇപ്പം കൂടുതലും വില കീരയും മുരിങ്ങയ്ക്ക, തക്കാളി. നമ്മൾ വില കൂടി മീനൊക്കെ ഒന്ന് മാറ്റി വെച്ച് പച്ചക്കറിയിലേക്ക് മാറിയാൽ അത് വില കുറഞ്ഞു തന്നെ ഇരിക്കുകയാണെന്നാണ് കച്ചവടക്കാരും വാങ്ങിക്കാൻ വരുന്നവരും ഒക്കെ പറയുന്നത്. രതീഷ് വൺപകലിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.